ലൈംഗിക ബന്ധത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തവണ സെക്സിൽ ഏർപ്പെട്ട ഒരു ലൈംഗിക ആനന്ദം നേടിയാൽ പോലും വീണ്ടും ഒരു തവണ കൂടെ സെക്സിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ ഒന്നിലേറെ തവണയോ സെക്സിൽ ഏർപ്പെട്ട് അതേ ലൈംഗിക ആനന്ദം വീണ്ടും നേടാനുള്ള ഒരു കഴിവാണ്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ഓർഗാസം, അതായത് പലതവണ രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവ്. ഇതേ കഴിവ് പുരുഷന്മാർക്കുമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിനെപ്പറ്റി അധികം ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം പുരുഷന്മാർക്കും സ്ത്രീകളെ പോലെ തന്നെ എങ്ങനെ പലതവണ രതിമൂർച്ചയിലെത്താം എന്ന് പറഞ്ഞു തരികയാണ്. ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുവാൻ ചേരുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്ത സെക്സോളജിസ്റ്റും സെക്സ് കോച്ചും കൗൺസിലറും താന്ത്രിക് യോഗ ടീച്ചറുമായ ക്യാം ഫ്രേസർ ആണ്. അദ്ദേഹം പുരുഷന്മാർക്ക് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ എങ്ങനെ സ്ത്രീകളെ പോലെ പലതവണ രതിമൂർച്ചയിലെത്താമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല, നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ആഗ്രഹിക്കുന്ന അത്രയും സമയം കിട്ടുന്നില്ല എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു പുരുഷനാണോ നിങ്ങൾ? എന്തുകൊണ്ടാണ് പല പുരുഷന്മാർക്കും ഒരു തവണ സെക്സിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഉടനടി വീണ്ടും ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള താല്പര്യം ഇല്ലാതാകുന്നത്? ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ പല പുരുഷന്മാർക്കും സ്ത്രീകളെ പോലെ തന്നെ പലതവണ രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവ് ലഭിച്ചേനെ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും വഴിയുണ്ട് എന്നാണ് ക്യാം ഫ്രേസർ പറഞ്ഞത്. ഇതിന് ആദ്യം വേണ്ടത് ഈ ഓർഗാസവും, അതായത് രതിമൂർച്ചയും ഇജാക്കുലേഷനും ശുക്ലത്തിൻ്റെ വിസർജനവും രണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഇത് ഒട്ടുമിക്ക പുരുഷന്മാരിലും ഒരുമിച്ച് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വ്യത്യാസം മനസ്സിലാകാത്തത്. നിർഭാഗ്യവശാൽ മെഡിക്കൽ സയൻസ് ടെക്സ്റ്റുകളിൽ പോലും പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല എന്നുള്ള തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു തെറ്റായ കാഴ്ചപ്പാടിൽ മാറ്റം വന്ന് തുടങ്ങുന്നതേയുള്ളൂ. ഈ രതിമൂർച്ചയും ശുക്ലത്തിൻ്റെ വിസർജനവും രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഉപായവും നിർദ്ദേശിക്കുകയുണ്ടായി. ഉപായം ഇതാണ്: നിങ്ങൾ സെക്സിലോ സ്വയംഭോഗത്തിലോ ഒക്കെ ഏർപ്പെടുമ്പോൾ ആ ഒരു ശുക്ലത്തിൻ്റെ വിസർജനത്തിൻ്റെ വക്കിലെത്തുമ്പോൾ വളരെ സ്പീഡ് കുറച്ച് ആ ഒരു അനുഭവം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രതിമൂർച്ച സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സുഖകരമായിട്ടുള്ള അനുഭൂതി ശുക്ല വിസർജനത്തിന് തൊട്ട് മുൻപ്, അതായത് ഏതാനും മില്ലി സെക്കൻഡുകൾക്ക് മുൻപ് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന്. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ രണ്ട് പ്രതിഭാസങ്ങൾ തമ്മിലുള്ള ആ ഒരു ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ലൈംഗികതയിൽ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും പലതവണ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന വേറൊരു മാർഗ്ഗമാണ് ഈ ശുക്ലത്തിൻ്റെ വിസർജനം മറികടക്കുക എന്നുള്ളത്. ഒരു പുരുഷൻ ലൈംഗികതയുടെ പാരമ്യതയിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ശുക്ലത്തിൻ്റെ വിസർജനം എന്ന് പറയുന്നത്. അപ്പം ഈ ശുക്ലത്തിൻ്റെ വിസർജനം മറികടക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഈ ശുക്ല വിസർജനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഒരു തവണ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി വീണ്ടും ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ താല്പര്യം ഇല്ലാതാകുന്നതും ഒരു ശക്തമായ ഉദാഹരണം ലഭിക്കാതിരിക്കുന്നതുമൊക്കെ. ഇംഗ്ലീഷിൽ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഫ്രാക്ടറി പീരിയഡ്. അതായത് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഒരിക്കൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ ഏർപ്പെടാനുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിരക്തി അവിടെ സംഭവിക്കും. ഈ റിഫ്രാക്ടറി പീരിയഡ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ചും ആരോഗ്യസ്ഥിതിക്കുമൊക്കെ അനുസരിച്ച് ഏതാനും മിനിറ്റുകൾ മുതൽ
മുതൽ ഏതാനും ദിവസങ്ങൾ വരെ നീണ്ടു നിന്നേക്കാം. അപ്പം ഈ ഒരു റിഫ്രാക്ടറി പീരീഡ് മറികടക്കുകയാണെങ്കിൽ, അതായത് ആ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ശുക്ലത്തിൻ്റെ വിസർജനം സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്ത്രീകളെ പോലെ തന്നെ പലതവണ രതിമൂർച്ചയിലെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ ശുക്ലത്തിൻ്റെ വിസർജനം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുരുഷന് രതിമൂർച്ചയിലെത്താൻ സാധിക്കുന്നത് എന്നാണ്. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസ്റ്റേറ്റ് ഓർഗാസം എന്ന് വിളിക്കുന്ന പ്രതിഭാസത്തെ പറ്റി കൂടി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഓർഗാസം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിലൂടെയുള്ള രതിമൂർച്ച? അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ പ്രോസ്റ്റേറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന അവയവമാണ് ഒരു പുരുഷൻ്റെ ഇടുപ്പിനുള്ളിൽ മൂത്രസഞ്ചിക്ക് താഴെയായിട്ട് മലാശയത്തിന് മുൻപിൽ സ്ഥിതി ചെയ്യുന്ന വാൽനട്ടിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു അവയവം. ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്ന് പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡാണ് നിങ്ങളുടെ ആ ബീജത്തിന് സംരക്ഷണവും സഞ്ചാരശേഷിയും ഒക്കെ നൽകുന്ന ആ ഒരു ദ്രാവകം. ഇത് ശുക്ലത്തിൻ്റെ വിസർജനത്തിനോടൊപ്പം പുറത്തു വരുന്ന ഒരു ദ്രാവകമാണ് ഈ പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ശുക്ലത്തിൻ്റെ വിസർജനമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു റിഫ്രാക്ടറി പീരീഡ്, അതായത് താൽക്കാലികമായിട്ട് സെക്സിന് ചെയ്യാനുള്ള ഒരു വിരക്തിയിലോട്ട് നയിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രോസ്റ്റേറ്റിലൂടെ ഒരു രതിമൂർച്ചയിൽ എത്താൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ശുക്ലത്തിൻ്റെ വിസർജനം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു റിഫ്രാക്ടറി പീരീഡ് മറികടക്കാൻ സാധിക്കുകയും പലതവണ ശരീരം തളരുന്നത് വരെ രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇനി പ്രോസ്റ്റേറ്റിലൂടെ ഒരു രതിമൂർച്ചയിൽ എങ്ങനെ എത്താൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രോസ്റ്റേറ്റിലൂടെ രതിമൂർച്ചയിൽ എത്തുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ഉത്തേജനം വഴിയാണ്. ഈ പ്രോസ്റ്റേറ്റിനെ ഉത്തേജിപ്പിക്കാൻ പ്രധാനമായിട്ടും 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് നേരിട്ടല്ലാതെയും, രണ്ടാമത്തേത് നേരിട്ടും. ഈ നേരിട്ടല്ലാത്ത മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവിരലോ സെക്സ്റ്റോയോ ഒക്കെ ഉപയോഗിച്ച് ഈ പെരീനിയം എന്ന് വിളിക്കുന്ന ഭാഗത്ത്, ഈ പെരീനിയം എന്ന് പറയുന്ന ഭാഗമാണ് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അടിഭാഗവും മലദ്വാരത്തിനും ഇടയിലുള്ള ആ ഒരു പ്രദേശം. അപ്പം ആ ഒരു പ്രദേശത്ത് നിങ്ങളുടെ കൈവിരലോ സെക്സ്റ്റോയോ ഒക്കെ ഉപയോഗിച്ച് ദൃഢമായിട്ട് മുകളിലോട്ട് അമർത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിനെ നേരിട്ടല്ലാതെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് മലദ്വാരത്തിലൂടെ പ്രോസ്റ്റേറ്റിനെ നേരിട്ട് അമർത്തുക എന്നുള്ളതാണ്. ഈ ഒരു ടെക്നിക്ക് സ്ത്രീകളുടെ യോനിക്കുള്ളിലെ ജി സ്പോട്ട് ഉത്തേജിപ്പിക്കുന്നതുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ടെക്നിക്കാണ്. അതായത് 2 കൈവിരൽ ഉപയോഗിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റിമുലേഷൻ. ഈ മലദ്വാരത്തിലൂടെ പ്രോസ്റ്റേറ്റിനെ നേരിട്ട് ഉത്തേജിപ്പിക്കുന്നത് പഠിക്കുവാൻ വേണ്ട ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്ന് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? നിങ്ങളുടെ മലദ്വാരത്തിലേക്ക് കൈവിരലോ അല്ലെങ്കിൽ സെക്സ്റ്റോയോ ഒക്കെ കടത്തുവാൻ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒട്ടും റിലാക്സ്ഡ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി വളരെയധികം വേദനയ്ക്ക് ഇടയാക്കിയേക്കും. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ സമയമെടുത്ത് വളരെയധികം ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഉത്തേജനം. പക്ഷേ എല്ലാ പുരുഷന്മാർക്കും ഈ പ്രോസ്റ്റേറ്റിലൂടെ ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല എന്നും ക്യാം ഫ്രേസർ കൂട്ടിച്ചേർത്തു.